ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ശോഭ ഉള്ളത് കാരണം ഞങ്ങൾ എല്ലാ ദിവസവും അടിച്ചു പൊളിക്കുക കേട്ടോ. ശോഭ ഇതിനു മുമ്പ് ബാംഗ്ലൂരിലാണ് സ്റ്റേ ചെയ്തിരുന്നത്. അപ്പോൾ ഹസ്ബൻഡിന് ഒഫീഷ്യലായിട്ട് ട്രാൻസ്ഫർ വന്നപ്പോഴാണ് നാട്ടിലേക്ക് ഷിഫ്റ്റ് ആയത്. അപ്പോൾ ശോഭയുടെ അന്നത്തെ ഫേവറേറ്റ് സ്ഥലങ്ങളൊക്കെ ശോഭയ്ക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാ ദിവസവും വേണം പുറത്തത് പോക്കായിരുന്നു കേട്ടോ. അപ്പോൾ ധന്യ ഡാൻസ് പ്രോഗ്രാമൊക്കെ ആയിട്ട് കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ട് ധന്യനെ നമ്മൾക്ക് കൂട്ടാൻ പറ്റിയില്ല. അപ്പോൾ ഡാൻസ് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞപ്പോൾ ധന്യ ഫ്രീ ആയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ധന്യം കൊണ്ട് ഒരു ദിവസം പുറത്തു പോകാമെന്ന്. വേറെങ്ങുമല്ല, ഇത് മാൾ ഓഫ് ഏഷ്യ എന്ന് പറയുന്ന എയർപോർട്ട് റോഡിൽ ഉള്ള ഒരു മാളാണ് കേട്ടോ. സൂപ്പർ ഇൻറ്റീരിയറാണ്. എനിക്ക് തോന്നുന്നു ബാംഗ്ലൂരിലുള്ള മാളുകളിൽ വെച്ച് ഏറ്റവും അടിപൊളി ഇൻറ്റീരിയർ വർക്കുള്ളത് ഇവിടെയാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ധന്യ കാർ എടുത്തു. അപ്പോൾ ധന്യയുടെ കൂടെ ഞങ്ങളെല്ലാവരും കൂടി ജോയിൻ ചെയ്തു. ഷീബ ഉണ്ടായിരുന്നു കേട്ടോ, രഞ്ജിനി ഉണ്ടായിരുന്നു. ഓരോ കടകളിലൊക്കെ കയറി ഞങ്ങളിങ്ങനെ നോക്കുക കേട്ടോ. ഒന്നും നമുക്ക് അങ്ങോട്ട് അടുക്കാൻ പറ്റില്ല, അത്രയ്ക്ക് റേറ്റാണ് എല്ലാത്തിലും. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് കണ്ടിട്ടൊക്കെ ഇങ്ങനെ ഇറങ്ങി പോകുന്നു കേട്ടോ. ഒന്നും മേടിച്ചില്ല, ഭയങ്കര റേറ്റ്. എല്ലാ ബ്രാൻഡഡ് ഷോപ്പുകളും ഉണ്ട് അവിടെ. ഞങ്ങൾ ഇങ്ങനെ ഇൻറ്റീരിയറൊക്കെ കണ്ട് ഇതൊക്കെ കഫറ്റേരിയയാണ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ ടേബിളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആൾക്കാരൊക്കെ വന്നിരുന്ന് ചായ കുടിക്കും. പിന്നെ ലാപ്ടോപ്പിൽ എന്തൊക്കെയോ വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട്. വലിയ തിരക്കില്ല, പകൽ സമയമല്ലേ. വൈകുന്നേരം ആകുമ്പോൾ ഇവിടെയൊക്കെ ഭയങ്കര തിരക്കാട്ടോ. അപ്പോൾ ആളുകളൊക്കെ വന്ന് അടിച്ചു പൊളിക്കണ സ്ഥലമാണ്. ഇതാണെങ്കിലും സൂപ്പർ ഇൻറ്റീരിയറാണ്, കണ്ട് കൊതി മാറില്ല. അങ്ങനെ അവർ ചെയ്ത് വെച്ചേക്കണ വർക്കുകളൊക്കെ. അങ്ങനെ മാള് മുഴുവൻ ഏകദേശം മുഴുവൻ തന്നെ ഞങ്ങൾ കവർ ചെയ്തു. എല്ലാം നടന്ന് കണ്ട് ഫുൾ ടയേർഡായിട്ടോ. എന്നിട്ട് ഞങ്ങൾ അവിടെ ഫുഡ് കോർട്ടിൽ നിന്ന് കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ തിരിച്ചു പോന്നു.